ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു പ്രോബ്ലം, ടെട്രാഹിഡ്രൺ. നമ്മളിപ്പോൾ ട്രയാങ്കുലർ പ്രിസം പഠിച്ചു, സ്ക്വയർ പ്രിസം പിരമിഡ് പഠിച്ചു, ഹെക്സഗൺ പഠിച്ചു, പെൻറ്റഗൺ പഠിച്ചു, കോൺ പഠിച്ചു, സിലിണ്ടർ പഠിച്ചു. സോ ഇനി ഈ കാറ്റഗറിയിൽ ചോദിക്കുന്ന ഒരു ഷേപ്പാണ് ടെട്രാഹിഡ്രൺ. എന്താണ് ടെട്രാഹിഡ്രൺ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, സോ വാട്ട് ഈസ് ടെട്രാഹിഡ്രൺ മീൻസ്? ഈ ടെട്രാഹിഡ്രൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ എഡ്ജസ് ആർ സെയിം. ടെട്രാഹിഡ്രൺ എന്ന് പറഞ്ഞാൽ ആൾ എഡ്ജസ് ആർ സെയിം. സോ ടെട്രാഹിഡ്രൺ ഈസ് എ triangular pyramid. Tetrahedral is a triangular pyramid with all edges are same. All edges are same എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ട്രയാങ്കുലർ പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് ഒരു ട്രയാങ്കിൾ ആയിരിക്കും. അവിടുന്ന് ലാറ്ററൽ എഡ്ജിന് എന്ത് ഹൈറ്റ് വേണമെങ്കിൽ ഉണ്ടാവാം. ലാറ്ററൽ എഡ്ജ്, സ്ലാൻഡ് എഡ്ജ് എന്തും ആവാം, എത്ര ഹൈറ്റ് വേണമെങ്കിലും ആവാം. സോ ആ ഹൈറ്റ് ഓഫ് ദ പർട്ടിക്കുലർ പിരമിഡ് മേ എനിത്തിങ്. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ടെട്രാഹിഡ്രൺ ആൾ എഡ്ജസ്, അതായത് ബേസ് 3 എഡ്ജ് 3 ലാറ്ററൽ എല്ലാം സെയിം ലെങ്ത് ആയിരിക്കും. അതായത് എല്ലാം സെയിം ലെങ്ത് ആകുമ്പോൾ ബേസ് ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ, 3 ലാറ്ററൽ സർഫേസസും ഓരോ ഐസോസെൽസ് ട്രയാങ്കിൾസ് ആയിരിക്കും. ഓക്കെ, ദെൻ അങ്ങനെയുള്ള രൂപം. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് സെപ്പറേറ്റ് ആയിട്ട് എവിടെയും സ്പെസിഫൈ ചെയ്യില്ല. ഇത്തരം രൂപങ്ങളുടെ ഹൈറ്റ്, അതായത് ടെട്രാഹിഡ്രൻ്റെ ഹൈറ്റ് എവിടെയും സ്പെസിഫൈ ചെയ്യില്ല. ഓൺലി ബേസ് എഡ്ജ് മാത്രമേ പറയുള്ളൂ. നോക്കിക്കോ, എ ടെട്രാഹിഡ്രൺ ഓഫ് സൈഡ് 50 mm എന്ന് മാത്രമേ പറയുള്ളൂ. ഓഫ് ആക്സിസ് ഇത്രയെന്ന് പറയേണ്ട ആവശ്യമില്ല, അത് പ്രീഡിഫൈൻഡ് ആയിട്ട് കിട്ടും. ഓക്കെ, അതാണ് അതിൻ്റെ റൂള്. ഓക്കെ, സോ അപ്പോൾ ടെട്രാഹിഡ്രൺ എന്ന് നോക്കി നോക്കൂ. ഒരു ടെട്രാഹിഡ്രൺ എന്നാണ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 1, 2, 3, 4 ഐസോസിലസ് ട്രയാങ്കിൾസ്. ഈ 3 ഐസോസിലസ് ട്രയാങ്കിൾ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ മടക്കി നോക്കി നോക്കൂ, 4 ഫേസും മടക്കിയപ്പോൾ ഇതിൻ്റെ രൂപം എന്തായി? വാട്ട് ഈസ് ദിസ്? This is a triangular pyramid. But this is a isosceles triangle. This is isosceles triangle, as equilateral triangle. This is equilateral. All 4 triangles are equilateral, and this is edge. All these edges are same length. ഞാൻ ഇപ്പോൾ 5 എടുത്തിട്ടുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ വെച്ചാൽ 5 എടുത്തിട്ടുള്ളൂ. All the edges are 5. All the base edges are 5. All the lateral edges are 5. This is in the എ ടെട്രാഹിഡ്രൺ. അപ്പോൾ നോക്കി നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ടെട്രാഹിഡ്രൺ ഓഫ് സൈഡ് 50 mm ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ HP. അപ്പോൾ ഇതൊരു ബേസ് എഡ്ജാന്ന് വെച്ചോളൂ. ഞാൻ ഇങ്ങനെ വെച്ചു, വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ HP വെക്കണമെങ്കിൽ അത് എഡ്ജ് റൈറ്റ് സൈഡിലേക്ക് ആക്കണം. ഞാൻ എഡ്ജ് റൈറ്റ് സൈഡിലേക്ക് ആക്കി വെച്ചു. ഓക്കെ, ലാറ്ററൽ പ്ലെയിൻ കണ്ടെയ്നിങ് ദാറ്റ് എഡ്ജ്. അപ്പോൾ ഇതാണ് നമ്മൾ എഡ്ജെങ്കിൽ നോക്കി നോക്കൂ, ഇതല്ലേ നമ്മുടെ എഡ്ജ്, റെസ്റ്റിംഗ് എഡ്ജായിട്ട് റൈറ്റ് സൈഡ് വെച്ചിരിക്കുന്നതാണ്. അത് കണ്ടെയ്ൻ ചെയ്യുന്ന ലാറ്ററൽ ഫേസ്, അതായത് ലാറ്ററൽ പ്ലെയിൻ കണ്ടെയ്നിങ് ദ എഡ്ജ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇത് നിൽക്കുന്ന കാരണം ഈ എഡ്ജ് കണ്ടെയ്ൻ ചെയ്യുന്ന 2 പ്ലെയിനാണ്. ഈ എഡ്ജ് കണ്ടെയ്ൻ ചെയ്യുന്ന 2 പ്ലെയിനാണ്. 1, 2 ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ബേസ് ആക്കാം. അപ്പോൾ ലാറ്ററൽ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതാണ് ലാറ്ററൽ എഡ്ജ്. ഈ ലാറ്ററൽ എഡ്ജ് ഈസ് ഇൻക്ലൈൻഡ് 30 degree to HP. അപ്പോൾ ഇതിപ്പോൾ HP ആയതുകൊണ്ട് ഇൻക്ലൈൻഡ് 30 degree to HP പറഞ്ഞാൽ ഞാനിത് ഇങ്ങനെ ചെരിക്കണം. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ ചെരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ചെരിക്കുന്ന സമയത്ത് നോക്കി ഞാൻ ചെരിച്ചു. ഇപ്പോഴും ഈ എഡ്ജ് അതിപ്പോഴും പെർപെൻഡിക്കുലർ ടു VP ആണ്, ചെരിക്കുമ്പോഴും പെർപെൻഡിക്കുലർ ടു VP ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ദ റെസ്റ്റിംഗ് എഡ്ജ്, ഇവനാണ് റെസ്റ്റിംഗ് എഡ്ജ് ഈസ് ഇൻക്ലൈൻഡ് 45 degree to VP. ഇങ്ങനെ ചിരിച്ചതിന് ശേഷം ഇതിനെ 45 degree ആക്കി ചെരിക്കും കൂടെ വേണം. അപ്പോൾ ഈ രൂപമാണ് ഞാൻ വരയ്ക്കേണ്ടത്. ഈ കാണുന്ന രൂപമാണ് ഞാൻ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ബാക്കിയൊക്കെ ഇതുവരെ വരച്ച പോലെ തന്നെ ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടെട്രാഹെഡ്രന് ഹൈറ്റ് തരില്ല. അപ്പോൾ എന്ത് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ നോക്കി ഈ പ്രോബ്ലത്തിനകത്ത് ഈ സാധനം ഞാനിങ്ങനെ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിലേക്ക് എഡ്ജാക്കിയിട്ട് വെച്ചു. റെസ്റ്റിംഗ് ഓൺ എഡ്ജായ കാരണം റൈറ്റ് സൈഡിലേക്ക് എഡ്ജാക്കി വരച്ചു. അപ്പോൾ ഈ എഡ്ജ് ലാറ്ററൽ എഡ്ജും നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ട്രൂ ഷേപ്പ് എല്ലാം ഇൻക്ലൈൻഡ് ആണ്. ബട്ട് ഈ ലാറ്ററൽ എഡ്ജ് നോക്കി നോക്കൂ, ഈ പർട്ടിക്കുലർ ലാറ്ററൽ എഡ്ജ് നോക്കി നോക്കൂ. ഈ പർട്ടിക്കുലർ ലാറ്ററൽ എഡ്ജ് ഈസ് പാരലൽ ടു VP. ഈ പർട്ടിക്കുലർ ലാറ്ററൽ എഡ്ജ് ഈസ് പാരലൽ ടു VP. സോ ഫ്രണ്ട് വ്യൂവിൽ അതിൻ്റെ ലെങ്ത്ത് ട്രൂ ലെങ്ത് ആയിരിക്കും. ട്രൂ ലെങ്ത് ആയിരിക്കും. ആ കൺസെപ്റ്റ് വെച്ചിട്ട് വേണം വരയ്ക്കാൻ. സോ നമുക്കൊന്ന് നോക്കാം. വരയ്ക്കുമ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞുതരാം കേട്ടോ. സോ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ടെട്രാഹിഡ്രൺ ഓഫ് സൈഡ് എന്താ പറഞ്ഞിട്ടുള്ളത്? സൈഡ് 50 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ബുക്ക് എടുക്കുക,
നമ്മൾ റഫറൻസ് ലൈൻ വരയ്ക്കുക. ഓക്കെ, റഫറൻസ് ലൈൻ വരച്ചിട്ട് റൈറ്റ് സൈഡിൽ എഡ്ജ് വരുന്ന മാതിരി പറഞ്ഞാൽ അവിടെ 50 വേണം. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിൽ എഡ്ജ് വരണമെന്നുണ്ടെങ്കിൽ 1 2 3 4 5 ഞാൻ റൈറ്റ് സൈഡിൽ എഡ്ജ് വെച്ചു. ഇനി ഐസോസിലസ് ട്രയാങ്കിൾ ആകുമ്പോൾ വരയ്ക്കാൻ എളുപ്പമാണ്. ആംഗിൾ എടുക്കേണ്ട ആവശ്യമില്ല. കോമ്പസിൽ സെയിം ലെങ്ത് എടുക്കുക. എല്ലാ ലെങ്ത്തും സെയിം ആണ്. കോമ്പസിൽ സെയിം ലെങ്ത്സ് എടുക്കുക. ഇവിടെയും ഇപ്പുറത്തും കട്ട് ചെയ്യുക. രണ്ട് സൈഡിലും നമ്മൾ കട്ട് ചെയ്യുക. രണ്ട് സൈഡിലും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ടുള്ള അതിൻ്റെ ബേസ് കിട്ടും. കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആക്സിസ് പോയിന്റ് സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 5ൻ്റെ പകുതി എത്രയാണ്? 2.5 ഏതെങ്കിലും രണ്ട് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യുക. 2.5 ഏതെങ്കിലും രണ്ട് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യുക. ഓപ്പോസിറ്റ് കോർണർക്ക് അതിക്ക് ലൈറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒറിജിൻ. അപ്പോൾ ഇനി കൂർത്ത മുകളിൽ ഇതിപ്പോൾ എ ആണെങ്കിൽ ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ഒ ആണ്. എന്നിട്ട് എ ഒ മാർക്ക് ചെയ്യുക, ഒ സി മാർക്ക് ചെയ്യുക, ദെൻ ഒ ബി മാർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ ടെട്രാഹെഡിൻ്റെ ടോപ്പ് വ്യൂ ആയി. നോക്കി നോക്കൂ, ഈ പറഞ്ഞ ടെട്രാഹെഡിൻ്റെ ഈ കാണിച്ചിരിക്കുന്ന ടെട്രാഹെഡിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ വരച്ചിരിക്കുന്ന ഈ പർട്ടിക്കുലർ സാധനം. ഇത് ഈ ഫേസാണ് ഈ കാണുന്നത്, ഈ ഫേസാണ് ഈ കാണുന്നത്, ഈ ഫേസാണ് ഈ കാണുന്നത്. ഓക്കെ, ടെട്രാഹെഡിൻ്റെ ടോപ്പ് വ്യൂ ആയി. ഓക്കെ ആണല്ലോ? ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഈ ഒരു എഡ്ജ് മാത്രം, ഒ സി എന്നുള്ള എഡ്ജ് മാത്രമാണ് എന്ത് നമുക്കിപ്പോൾ വി പിക്ക് പാരലായിട്ടിരിക്കുന്നത്. ഒ പി എന്നുള്ള എഡ്ജ് മാത്രം വി പിക്ക് പാരലാണ്. അപ്പോൾ ഒ ബിയും ഒ എയും ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ലെങ്ത് കാണില്ല. ആസ് ദ ലൈൻ ഒ സി ഈസ് പാരലൽ ടു വി പി, we can see the true length of the line on the front view. As OC is parallel to VP, we can see the true length on the front view. അത് അങ്ങനെ ഒരു കൺസെപ്റ്റ് മാത്രമേ ഇത് വരയ്ക്കാൻ ആകെ വേണ്ടൂ. അപ്പോൾ ആക്സിസിൽ നിന്ന് ഈ ഒ സിയുടെ ലെങ്ത് ഇപ്പോൾ എത്രയാണ്? എല്ലാ എഡ്ജും എ ബി ആണെങ്കിലും ബി സി ആണെങ്കിലും സി എ ആണെങ്കിലും ഒ എ ആണെങ്കിലും ഒ ബി ആണെങ്കിലും ഒ സി ആണെങ്കിലും എല്ലാ ലെങ്ത്തും സെയിം ആണ്, 5 ആണ്. അപ്പോൾ ഒ സിയുടെ ട്രൂ ലെങ്ത്തായ 5 ഫ്രണ്ട് വ്യൂവിൽ കാണും. ബിക്കോസ് ഒ സി ഈസ് പാരലൽ ടു വി പി. ആ ഒരേ ഒരു തിയറി വെച്ചിട്ട് മാത്രം, നമ്മൾ ലൈനൊക്കെ പഠിച്ച ആ തിയറി വെച്ച് മാത്രമാണ് ഈ സാധനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. നമ്മൾ ആക്സിസ് വരച്ചു. നമുക്ക് ആക്സിസ് വരയ്ക്കാനേ പറ്റുള്ളൂ. ആക്സിസിൻ്റെ ഹൈറ്റ് അറിയില്ല. ആക്സിസിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ ഈ തിയറി ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഒ സി ട്രൂ ലെങ്ത്ത് കാണുമെന്ന് പറഞ്ഞു. നമ്മൾ എഡ്ജസൊക്കെ മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. എഡ്ജസ് എല്ലാം മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തു. ഇത് എ ഡാഷ്, ബി ഡാഷ്, ഇത് സി ഡാഷ്, ഒ ഡാഷ് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് എത്രയാണ്? 5. ആ 5 ലെങ്ത്ത് ട്രൂ ലെങ്ത്ത് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ ഒ സിയിൽ മാത്രമാണ്. കാരണം ഒ സി ഈസ് പാരലൽ ടു വി പി ആണ്. സോ ഞാൻ സിയിൽ കുത്തിയിട്ട് എവിടെയാണോ ഈ 5 കട്ട് ചെയ്യുന്നത് ആ 5 കട്ട് ചെയ്യുന്നത് സ്ഥലത്ത് ഒ ഡാഷ് ഇടാം. അങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഹൈറ്റ് കിട്ടുകയും, നോക്കി നോക്കൂ, ഹൈറ്റ് കിട്ടിയതിന് ശേഷം അത് ഒയിലോട്ടും എയിലോട്ടും ജോയിൻ ചെയ്തതോടുകൂടി നമ്മുടെ ടെട്രാഹെഡിൻ്റെ ബേസ് ഫിഗർ റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഓൺ വൺ ഓഫ് ഇറ്റ്സ് ഫേസ് എന്ന കൺസെപ്റ്റ് ഇങ്ങനെയാണ് ഈ സാധനം ഇരിക്കുന്നത്. ആ സാധനത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആയിട്ട് നമ്മൾ കാണുന്ന വ്യൂ ഇതാണ്. ഈ വ്യൂ ആണ് നമുക്കിപ്പോൾ ഈ കാണുന്നത്. ഓക്കെ ആണല്ലോ? ഇനി പറഞ്ഞിരിക്കുന്നത് ലാറ്ററൽ എഡ്ജ്, അതായത് റെസ്റ്റിംഗ് എഡ്ജ് കണ്ടെയ്നിങ് ദ ലാറ്ററൽ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ലാറ്ററൽ ഫേസ്. ആ എഡ്ജ് കണ്ടെയ്ൻ ചെയ്യുന്ന ലാറ്ററൽ ഫേസ് ഇതാണ്. അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഏതാണ്? എ ബി ഒ എന്നുള്ള ട്രയാങ്കിളാണ്. എ ബി ഒ അല്ലെങ്കിൽ എ ഒ ബി എന്ന ട്രയാങ്കിൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ലൈന് ഇതാണ്. അതിനെന്താ പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ലൈൻ ഈസ് 30 ഡിഗ്രി ടു എച്ച് പി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ലൈൻ 30 ഡിഗ്രി അല്ല, വേറെ എന്തോ ആംഗിളായിരിക്കണം. ദാറ്റ് ലൈൻ ഈസ് 30 ഡിഗ്രി ടു എച്ച് പി എന്ന് പറഞ്ഞ് റൈറ്റ് സൈഡിലോട്ട് നമ്മൾ ചരിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എവിടെയെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ എടുത്തിട്ട് 30
കേട്ടോ, 30 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഇതിങ്ങനെയാണ് ചെരിഞ്ഞിരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ, ഈ സൈഡിലോട്ടാണ് ചെരിഞ്ഞിരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ ഇരിക്കും, കുറച്ചും കൂടി ഇങ്ങോട്ടായിക്കോട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് മറ്റേ ഫിഗർ വരയ്ക്കാൻ പിന്നെ സ്ഥലം ഉണ്ടാവില്ല. ഞാൻ 30 ഡിഗ്രി മാർക്ക് ചെയ്തു. 30 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് അത് ചെറിയ ലൈറ്റ് ലൈൻ വരച്ചു. 30 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഒരു ചെറിയ ലൈറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് ആ 30 ഡിഗ്രിയിൽ ആര് വരണം? ഈ ലാറ്ററൽ എഡ്ജ് എ ഡാഷ് ബി ഡാഷ് ഒ ഡാഷ് വരണം. സോ എ ഡാഷ് ബി ഡാഷ് ഒ ഡാഷ് ഇതിനകത്ത് മാർക്ക് ചെയ്തു. ഈ പോയിൻ്റ് ഇതെന്താണ്? ഈ പോയിൻ്റ് O2 ഡാഷ് ആണ്. ഇത് A2 ഡാഷ് D2 ഡാഷ് ആണ്. ഓക്കെ, ഇനി സി എന്ന് പറഞ്ഞ ലെങ്ത് എടുക്കുക. സി എന്ന് പറഞ്ഞ ലെങ്ത് എടുക്കുക. ഓക്കെ, സി എന്ന് പറഞ്ഞ ലെങ്ത് എടുത്ത് കട്ട് ചെയ്തു. പിന്നെ OC ലെങ്ത് എടുക്കുക. അത് 5 ആയിരിക്കും. ഈ പോയിൻ്റ് എനിക്ക് കിട്ടി. ആ പോയിൻ്റ് ജോയിൻ ചെയ്യാം. ആ പറഞ്ഞിരിക്കുന്ന ടെട്രാഹെഡ്രനെ ഞാൻ എന്ത് ചെയ്തു? 30 ഡിഗ്രി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്തു. ഏത്? ലാറ്ററൽ എഡ്ജായ AOC. പറഞ്ഞ കേസുകളായി. ഇനി ഞാൻ ഓരോ പോയിൻ്റായിട്ട് താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാണ്. ഇത് C ഡബിൾ ഡാഷ് ഡാഷ് ആണ്. ഞാൻ C പ്രൊജക്റ്റ് ചെയ്തു, AB പ്രൊജക്റ്റ് ചെയ്തു, O പ്രൊജക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് A പ്രൊജക്റ്റ് ചെയ്തു. സിയും ഓയും ഒറ്റ ലൈനാണ്, അത് പ്രൊജക്റ്റ് ചെയ്തു. B പ്രൊജക്റ്റ് ചെയ്തു. ഓക്കെ, സോ ഈ പോയിൻ്റ് O2, ഈ പോയിൻ്റ് A2, ഈ പോയിൻ്റ് B2, C ഏതാ? ഈ പോയിൻ്റ് C2. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ, ഈ ഡാഷ് നോക്കുമ്പോൾ നമുക്ക് ABC എന്നുള്ള ഈ ഫേസ്, ABC എന്നുള്ള ഈ ഫേസ് അടിയിലാണ്. ABC എന്നുള്ള ഈ ഫേസ് അടിയിലാണ്. ഓക്കെ, അപ്പോൾ അത് കാണില്ല എന്നുള്ള അറിയാം. എന്തായാലും ഔട്ടർ ജോയിൻ ചെയ്യുക അല്ലേ? ഇവിടുന്ന് നോക്കാം, നമുക്ക് ABC എന്നുള്ള ഫേസ് കാണില്ല. നോക്കി നോക്കൂ, ഈ സാധനം 30 ഡിഗ്രി ഞാൻ ചെരിച്ചു, ഉണ്ടല്ലേ? 30 ഡിഗ്രി ചെരിക്കുമ്പോൾ ABC എന്നുള്ള ഈ ഫേസ് എനിക്ക് കാണാണ്ടോ? അടിയിലുള്ള ഫേസ് അടിയിലല്ലേ? അത് കാണില്ല കേട്ടോ. ഔട്ടർ എല്ലാം മാർക്ക് ചെയ്യുക. ABC കാണാത്ത കാരണം റസ്റ്റിംഗ് എഡ്ജ് AB ആണ്, അതെന്തായാലും അടിയിലാണ്. അപ്പോൾ റസ്റ്റിംഗ് എഡ്ജ് AB മാത്രം എന്ത് ചെയ്യുക? ഡാർക്കായിട്ട് ഡോട്ടഡ് ആക്കുക. ഓക്കെ, ഡാർക്കായിട്ട് ഡോട്ടഡ് ആക്കുക. സോ ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് ടെട്രാഹെഡ്രൺ ദാറ്റ് റെസ്റ്റിംഗ് ഓൺ HP on one of its base edge. It is inclined, lateral edge is inclined 30 degree to. ഈ സാധനമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണാനുള്ളത്. ഈ സാധനമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണാനുള്ള ഈ വ്യൂ. ഈ റെസ്റ്റിംഗ് എഡ്ജ് അടിയിലായ കാരണം അത് നിങ്ങൾ കാണില്ല. ഓക്കെ ആണല്ലോ? ഇതിപ്പോൾ നമ്മൾ ഈ സൈസിൽ തന്നെയാണ് വരച്ചിട്ടുള്ളത്. ആ സൈസിൽ തന്നെ വരച്ചുകൊണ്ട് നിങ്ങൾക്ക് അതേ രൂപം കാണും വയ്ക്കുമ്പോൾ. ഉണ്ടല്ലേ? ആ എഡ്ജ് ഇതാണ്, ഇതിങ്ങനെ, ഇതാണ് ഈ എഡ്ജാണ്, C എഡ്ജാണ് ഈ കാണുന്നത്. AB കാണില്ല. ഓക്കെ, 30 ഡിഗ്രി ആക്കി വെക്കുമ്പോഴത്തെ ഇതിപ്പോൾ 30 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 30 ഡിഗ്രി ആക്കി വെക്കുമ്പോൾ കാണുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ റെസ്റ്റിംഗ് എഡ്ജ് AB ഈ സിംഗിളൈൻ്റെ 45 ഡിഗ്രി ടു VP എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ പെർപെൻഡിക്കുലർ ടു VP ആണ്. നോക്കി നോക്കൂ, ഇതിപ്പോൾ പെർപെൻഡിക്കുലർ ടു ഈ ലൈന് പെർപെൻഡിക്കുലർ VP, AB പെർപെൻഡിക്കുലർ ടു VP ആണ്. അതിനെ ഇൻക്ലൈൻറ്റ് 45 ഡിഗ്രി ആക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ബോക്സ് മൊത്തം 45 ഡിഗ്രി ചെരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ട്, എവിടെയെങ്കിലും ഒരു പോയിൻ്റ് ഇട്ടിട്ട്, 45 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കുക. നിങ്ങളുടെ വരയ്ക്കേണ്ടത് ഇത് ഇങ്ങോട്ടാണ് തിരിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. കുറച്ചും കൂടി ഇങ്ങോട്ട് പോയിൻ്റ് ഇടാം. സ്പേസ് മാനേജ്മെൻറ്റ് നോക്കിക്കോളണം. 45 ഡിഗ്രിയിൽ ലൈൻ വരച്ചു. 45 ഡിഗ്രിയിൽ ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. ഈ 45 ഡിഗ്രി ലൈനിൽ എന്ത് വരണം? ഈ 45 ഡിഗ്രി ലൈനിൽ എനിക്ക് ഈ ഡോട്ടർ ലൈൻ വരണം. ഓക്കെ, അത് എനിക്ക് ഈ കൂർപ്പ് എവേ ഫ്രം ആക്കാം, ദൂരേക്കും ആക്കാം, ഇങ്ങോട്ടും ആക്കാം, ഇങ്ങോട്ടും ആക്കാം.
അപ്പോൾ ഇപ്പോൾ എനിക്ക് സ്പേസ് ഇങ്ങോട്ടാണ്, അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൂർപ്പാക്കുകയാണ് കേട്ടോ. എനിക്ക് സ്പേസ് ഇങ്ങോട്ടാണ്, അപ്പോൾ ഞാൻ അങ്ങോട്ട് കൂർപ്പാക്കുകയാണ്. ഓ മുകളിലോട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് ഈ റെക്റ്റാങ്കിൾ അതുപോലെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഹാഫ് എടുത്തു. ഈ ഹാഫ് എടുത്തിട്ട് ഇവിടേക്കും മാർക്ക് ചെയ്തു. അവിടെ മാർക്ക് ചെയ്താൽ മുകളിലോട്ട് സ്ഥലം കിട്ടില്ല. അവിടെ മാർക്ക് ചെയ്താൽ മുകളിലോട്ട് സ്ഥലം കിട്ടാത്ത കാരണം ഞാൻ മുകളിലോട്ട് സ്ഥലം കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഇവിടെ കുത്തി എനിക്ക് മുകളിലോട്ട് സ്ഥലം കിട്ടും. എവിടെയെങ്കിലും ആ റെക്റ്റാങ്കിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. കാരണം ഇവിടുന്ന് ഇത്രയും ഹൈറ്റ്, അത്യാവശ്യം ഇത്രയും ഹൈറ്റ് എനിക്ക് മുകളിലോട്ട് കിട്ടണില്ല. അത്രയും ഹൈറ്റ് മുകളിലോട്ട് കിട്ടണില്ല. അപ്പോൾ ഒരു 1 മിനിറ്റ് ഇതൊന്ന് റീഡ്രോ ചെയ്യണം. അങ്ങനെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം അറിയോ? അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ താഴത്തേക്ക് ആക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ 45 വരച്ചിട്ട് ഇങ്ങനെ വരച്ചാൽ അതാണ് കൂടുതൽ കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 45 എന്നുള്ള ലൈന് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റിയിട്ട് 1 മിനിറ്റ് ഇങ്ങോട്ട് മാറ്റിയിട്ട് സ്പേസൊക്കെ നോക്കിയിട്ട് 45 എന്നുള്ള ലൈൻ ഞാൻ ഇവിടേക്ക് മാർക്ക് ചെയ്യും. 45 ലൈൻ ഇവിടേക്ക് മാർക്ക് ചെയ്യുമ്പോൾ എല്ലാ കോയിൻ്റെ കൂടി കൺഫ്യൂഷൻ ആവണ്ട. ഞാൻ ഇതാണ് 45 എന്നുള്ള ലൈൻ എടുക്കുക. ഓക്കെ, ഈ 45 എന്നുള്ളതിനകത്തെടുത്ത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഈ പകുതിയോ ഏത് പകുതിയോ ഉണ്ട്, ഈ പകുതി ഞാൻ ഇങ്ങോട്ടും കൊടുത്തു. ഞാൻ ആ മൊത്തം പെട്ടി താഴോട്ട് കൊണ്ടുപോവാണ് സ്ഥലപരിമിതി കാരണം. ഓക്കെ, പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുകയാണ്. ബോക്സ് കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ, ആ ബോക്സിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? ഇതാണ് ബോക്സിൻ്റെ ടോട്ടൽ ലെങ്ത്. ആ ബോക്സിൻ്റെ ടോട്ടൽ ലെങ്ത് ഞാൻ 2 സ്ഥലത്തും മാർക്ക് ചെയ്തു. ഓക്കെ, ആ പോയിന്റിൽ വെച്ച് 1, 2 ഞാനത് ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്തു. സെൻട്രൽ ലൈൻ വരച്ചു. ഇനി ഇവിടെ ആകപ്പാടെ ഉള്ളത് അവിടെ ഉള്ളൊരു ചെറിയ ലെങ്ത്താണ്. ആ ചെറിയ ലെങ്ത്ത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അത് ഈ ലൈനിന് പാരലായിട്ട് ഇങ്ങനെ വരച്ചു. ഇതാണ് നമ്മുടെ റെസ്റ്റിംഗ് എഡ്ജ്. റെസ്റ്റിംഗ് എഡ്ജ്. ആ റെസ്റ്റിംഗ് എഡ്ജ് ഇപ്പോൾ 45 ഡിഗ്രി ടു വി പി ആയി. റെസ്റ്റിംഗ് എഡ്ജ് 45 ഡിഗ്രി ടു വി പി ആയി. അതുപോലെ സിയിലോട്ട് കണക്ട് ചെയ്യുക. ഓയിലോട്ട് കണക്ട് ചെയ്യുക. ആ ഫിഗർ അതുപോലെ ആ ബേസ് റെസ്റ്റിംഗ് എഡ്ജായ AB 45 ഡിഗ്രി വെക്കാനുള്ള രീതി ഒന്ന് കൂർപ്പ് ഇങ്ങാക്കാം, അതിൽ കൂർപ്പ് മുകളിലോട്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ ചെയ്തോളൂ. ഇതിനകത്തും ഡബിൾ വണ്ടി ഇരുന്നത്, സിംഗിളാണ് വണ്ടി ഇരുന്നിട്ട്. ഇവിടെയൊക്കെ എല്ലാം ഞാൻ ഡബിൾ അറിയാണ്ടിട്ടത്, എല്ലാം സിംഗിളാണ് വണ്ടി ഇരുന്നുള്ളൂ. ഓക്കെ, A ഡബിൾ ഡാഷ്, B ഡബിൾ ഡാഷ്, C ഡബിൾ ഡാഷ്. ഓക്കെ, ഇപ്പോൾ ഈ ഫിഗറിനെ ഞാൻ അതുപോലെ 45 ഡിഗ്രി ബേസ് എഡ്ജ് റെസ്റ്റിംഗ് എഡ്ജ് മാറ്റി വരച്ചു. ഞാൻ എല്ലാ പോയിൻറ്റ്സും മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യണം. ആദ്യം ഞാൻ B വരച്ചു, C വരച്ചു, A വരച്ചു, O വരച്ചു. ഓക്കെ, ഇവിടുന്ന് ഒന്ന് അവിടെ തന്നെയാണ്. ഇത് ഞാൻ O വരച്ചു. ഇത് ആരാണത്? എയും ബി ആ പോയിൻ്റാണ്. O വരച്ചു. ഈ പോയിൻ്റ് ഞാൻ എന്ത് വരച്ചു? C വരച്ചു. ഓക്കെ, അപ്പോൾ ഓയും പോകുന്നത് O ഡബിൾ ഡാഷ് ഡാഷ്. ഓക്കെ, ഇനി A പോകുന്നത് ഇവിടെയാണ്. അപ്പോൾ A ഡബിൾ ഡാഷ് ഡാഷ്. A ബേസ് തന്നെയാണ്. B എവിടെയാണ്? B ഡബിൾ ഡാഷ് ഡാഷ്. അതുപോലെ ഈ C, ഇവിടെ C പോണ എവിടെയാണ്? C ഇവിടെയാണ്. C ഡബിൾ ഡാഷ് ഡാഷ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്നാണ് വരയ്ക്കുന്നത്, ഈ ഡയറക്ഷനാണ് മാർക്ക് ചെയ്യുന്നത്. സോ മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ കാണാം ഒ ബി കാണാം, പിന്നെ AB എന്നുള്ള ഫേസ് പിന്നിലാണ്, ഇത് കാണില്ല.
ഇപ്പോൾ തൽക്കാലം ഔട്ടർ വരയ്ക്കുക. OTA വരയ്ക്കുക, OTA വരയ്ക്കുക, A to B വരയ്ക്കുക, B to C വരയ്ക്കുക, C to O വരയ്ക്കുക, C to O വരയ്ക്കുക. ഇനി ABC ജോയിനിങ് ആണ് നമുക്കില്ലാത്തത്. അത് ABC ജോയിനിങ് ഇതാ ബാക്കിലാണെന്നറിയാം. ABC അത് ഡോട്ടഡ് ആയിട്ട് ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് OA ഉണ്ടോ നോക്കാം. ഉണ്ട്. OC ഉണ്ടോ? OB ഉണ്ടോ? OB നിങ്ങളെ ഏറ്റവും മുന്നിലെ കിടക്കണം. OB ഡാർക്കാണ്. തിക്ക് ടു തിക്ക്. ഇപ്പോൾ നോക്കി നോക്കൂ, ആ ടെട്രാഹിഡൻ നിങ്ങളുടെ മുന്നിലോട്ട് ചെരിച്ച് വെച്ച പോലെ 45 ഡിഗ്രി ബേസ് വെച്ചിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് ആ ടെട്രാഹിഡൻ എന്ത് ചെയ്തു? നമ്മൾ ഇങ്ങനെ വെച്ച ടെട്രാഹിഡൻ ഇങ്ങനെ ചെരിച്ചിട്ട് അത് നിങ്ങളുടെ മുന്നിലോട്ട് ഇങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഈ ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഈ കാണുന്ന സാധനം നിങ്ങളുടെ മുന്നിലോട്ട് ഇങ്ങനെ കൂർത്ത എൻ്റെ നിങ്ങളുടെ മുന്നിലോട്ട് വരും. നിങ്ങൾ ഈ ഫേസ് കാണും, ആ ഫേസ് നിങ്ങൾ കാണാണ്ട് ABC ഉള്ള ഫേസ് പിന്നെ കാണില്ല. ഓക്കെ, നിങ്ങൾ 2 ഫേസാണ് കാണുക. ഈ ഫേസും കാണും, ഈ ഫേസും കാണും, അടിയുള്ള ഫേസ് കാണില്ല. ഓക്കെ, 2 ഫേസ് നിങ്ങൾ കാണില്ല, ബാക്കിയൊക്കെ ഔട്ടറാണ്. സോ ദിസ് ഈസ് എ ടെട്രാഹിഡൻ പ്രോബ്ലം. സോ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ ദ ഓൺലി ഡിഫറൻസ് ഈസ് ഇറ്റ് വിൽ നോട്ട് ഗിവ് എനി ഹൈറ്റ് ഫോർ ദ പർട്ടിക്കുലർ തിങ്. യു നീഡ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദിസ് തിങ് because this is 50. Then the theory is that as OC is parallel to VP, in front of you we can see the true length. We can show the true length as 50. അപ്പോൾ ഇവിടുന്ന് 50 എടുത്ത് കട്ട് ചെയ്യുക. ഇപ്പോൾ ഇത് എഡ്ജ് ഇവിടെ ആയിരുന്നപ്പോഴാണ് ഈ പ്രോബ്ലം അങ്ങനെ വന്നത്. ഇനി കോർണർ ആ റൈറ്റ് സൈഡിൽ വരുന്നു പറഞ്ഞാലോ, റൈറ്റ് സൈഡിൽ കോർണറാണ് വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിഗർ മൊത്തം തിരിച്ചു വരയ്ക്കും. അപ്പോൾ നിങ്ങൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെയാണ്. എവിടെയാണോ കോർണർ വരുന്നത് അവിടെയാണ് നിങ്ങൾക്ക് പാരലൈൻ കിട്ടുക. അപ്പോൾ നിങ്ങൾ ലെങ്ത്ത് 5 മാർക്ക് ചെയ്യേണ്ടി വരെ ഇവിടെയാണ്, ഈ സൈഡിലാണ്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നവർ അവിടെ മാർക്ക് ചെയ്യില്ല. അതല്ല ഡിഫറൻസ് ആകെ വരുന്നുള്ളൂ കേട്ടോ. സോ നോക്കിക്കണ്ട് മനസ്സിലാക്കിയിട്ട് ഈ ഫിഗർ വരയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫിഗറാണ്. ദിസ് ടെട്രാഹിഡൻ റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഓഫ് ബേസ് എഡ്ജ്. എനി എഡ്ജ്, ആ എഡ്ജ് 30 ഡിഗ്രി ടു HP ആണ്. റെസ്റ്റിംഗ് എഡ്ജ് 45 ഡിഗ്രി ടു റെസ്റ്റിംഗ് എഡ്ജ് AB 45 ഡിഗ്രി ടു VP ആണ്. സോ ദിസ് ഇസ് എ കണ്ടീഷൻ. ഓക്കെ.